എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തന്നെയാണ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് നമ്മൾ ഇത്ര ദിവസം ചെയ്തിരുന്നത് തിയറീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതായത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ആ ഒരു തിയറി നമ്മൾ പഠിച്ചു പോകുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്നെന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, പക്ഷെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, നമുക്ക് ഒരു മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് പരീക്ഷകളിൽ പല രീതിയിൽ പലതവണ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വളരെ കുറച്ച് ഫാക്ട്സേ ഉള്ളൂ, പക്ഷെ ഒരു മാർക്ക് നമ്മളിൽ നിന്ന് പോവാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം ഏതാണ്. വ്യക്തിത്വം എന്ന് പറയുന്നതിനെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം നമുക്ക് നോർമലി വായിക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും അല്ലേ. പക്ഷെ നമ്മളത് കുറച്ച് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കും നമ്മുടെ ഒരു മാർക്ക് പോവാൻ ചാൻസ് ഉള്ള ഒന്നാണ്. ഇപ്പൊ കtet എക്സാം എഴുതുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, ആൻസർ ചെയ്യാതിരിക്കരുത്. കാരണം അവിടെ എന്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല അല്ലെ. അപ്പൊ കtetനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ എന്നല്ല എന്തായാലും അറ്റൻഡ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാതെ നിങ്ങൾ ബബിൾ ചെയ്യുന്ന ഒന്നായിരിക്കും ചിലപ്പോൾ ശരിയാവുക അല്ലെ. അപ്പോൾ ഒരു ചാൻസ് ആണ് നമുക്ക് കിട്ടുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ബബിൾ ചെയ്ത് നോക്കുക. ചിലപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു മാർക്കായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും മാക്സിമം വർക്കൗട്ട് ചെയ്യുക. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ സിലബസിലുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, എത്രയൊക്കെ മാർക്കിനാണെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മളുടെ ലിമിറ്റേഷൻസ്, നമ്മുടെ ഏത് ഏരിയ ആണ് നമുക്ക് അറിയാത്തതെന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. ആ ഏരിയയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളത്, അതായത് ആ ഏരിയാസിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. സമയം കളയരുത്. നമുക്ക് ഇനി വരാനിരിക്കുന്ന LPUPക്ക് മുമ്പായിട്ട് എന്ത്, ഈ ഒരു ktet മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക. ഈ ktet ഇല്ലെങ്കിൽ LPUP ഇല്ല, പിന്നെയും നമ്മൾ എത്രത്തോളം വർഷങ്ങൾ കാത്തിരിക്കണം അടുത്തൊരു എക്സാം കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളതും കൂടെ ആലോചിച്ചോളൂ. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക കേട്ടോ. നമ്മൾ ഡെയിലി ഇതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ്റെ ക്ലാസ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് അതാത് സമയത്ത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ അവൈലബിൾ ആവുന്നത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കോ അതുപോലെ തന്നെ വാട്സപ്പ് ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ, SREE ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ഫ്രീ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനകത്തേക്ക് കടക്കാം. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം. സാഹചര്യ ഘടകം എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അല്ലെ. സാഹചര്യ ഘടകം ഏതാണ്? ഗ്രന്ഥി വ്യവസ്ഥ, ശാരീരിക വ്യവസ്ഥ, കുടുംബം, പാരമ്പര്യം. ഇതിൽ ഏതാണ് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം എന്ന് പറയുന്നത്? എൻവയോൺമെന്റൽ ഫാക്ടർ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് മനസ്സിലാവണം? വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന എത്ര ടൈപ്പ് ഘടകങ്ങളുണ്ട് അല്ലെ. വ്യക്തിത്വത്തെ നമ്മൾ മെയിനായിട്ട് വ്യക്തിത്വമായിട്ട് റിലേറ്റ് ചെയ്ത്, പേഴ്സണാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കുക? തിയറീസ് പഠിക്കും. ആ തിയറിക്ക് അകത്ത് വരുന്ന കുറേ കാര്യങ്ങൾ പഠിക്കും അല്ലേ. അതായത് മിക്കവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കും ഈ വ്യക്തിത്വത്തിന്റെ ജനറൽ ആയിട്ട് നമ്മൾ എന്താണ് ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഈ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഒരാളുടെ ബിഹേവിയർ, അല്ലെങ്കിൽ അതായത് അവർ ചെയ്യുന്ന വ്യവഹാരങ്ങൾ, ബിഹേവിയർ എന്ന് പറയുന്ന അവരുടെ ചിന്ത, ഇതിനെയൊക്കെ സ്വാധീനിക്കുന്ന അവരുടെ മാനസികവും കായികപരവും ഒക്കെ ആയിട്ടുള്ള, മെന്റലി ഫിസിക്കലി എല്ലാമുള്ള ഒരു ചലനാത്മകമായിട്ടുള്ള ഒരു വ്യവസ്ഥ, അതിനെയാണ് നമ്മൾ ശരിക്കും എന്ത് പറയാ, വ്യക്തിത്വം എന്ന് പറയാം അല്ലെ, പേഴ്സണാലിറ്റി എന്ന് പറയാം. അപ്പൊ ആ പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന രണ്ട് തരത്തിലുള്ള ഫാക്ടേഴ്സ് ആണുള്ളത്, രണ്ട് തരത്തിലുള്ള ഘടകങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ജൈവിക ഘടകങ്ങൾ, ബയോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. രണ്ടാമത്തേത് സാഹചര്യ ഘടകങ്ങൾ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഒന്ന് ബയോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലെ, ഒന്ന് ബയോളജിക്കൽ ഫാക്ടേഴ്സ്,
അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ബയോളജിക്കൽ ഫാക്ടേഴ്സുമാണ് രണ്ട് തരത്തിലുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന രണ്ട് തരത്തിലുള്ള ഘടകങ്ങളാണുള്ളത്. ഒന്ന് ജൈവിക ഘടകങ്ങളും മറ്റൊന്ന് സാഹചര്യ ഘടകങ്ങളും. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ബയോളജിക്കൽ ഫാക്ടേഴ്സും. അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ ഈ പേര് അറിയാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അടുത്ത ആ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ. ഏതൊക്കെയാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ഏതൊക്കെയാണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്നുള്ളത് ആ പേര് അതുപോലെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഏതൊക്കെയാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് മിക്കവാറും പരീക്ഷകളിൽ കാണാറുള്ള ഒരു ചോദ്യമാണ്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ജൈവിക ഘടകങ്ങളുടെ അകത്ത് ബയോളജിക്കൽ ഫാക്ടേഴ്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന് ശാരീരികാവസ്ഥ, നമ്മളുടെ ശാരീരികാവസ്ഥ, അതുപോലെ തന്നെ ഗ്രന്ഥി വ്യവസ്ഥ. മറ്റൊന്നാണ് ഗ്രന്ഥി വ്യവസ്ഥ, ശാരീരികാവസ്ഥ, ഗ്രന്ഥി വ്യവസ്ഥ, അതുപോലെ തന്നെ നാഡീ വ്യവസ്ഥ, നമ്മളുടെ ന്യൂറോ സിസ്റ്റം അല്ലെ, ന്യൂറോ സിസ്റ്റം. അതുപോലെ തന്നെ അതായത് ഇതൊക്കെ ഈ സാഹചര്യങ്ങൾ, അതായത് ഈ സാഹചര്യ ഘടകങ്ങളല്ല, ജൈവിക ഘടകങ്ങൾ, ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ അതേത് അല്ലെങ്കിൽ അതിലല്ലാത്തത് ഏത് എന്നുള്ളത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പോൾ ശാരീരികാവസ്ഥ, ഗ്രന്ഥി വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, പാരമ്പര്യം. അപ്പോൾ ഈ 4 എണ്ണമാണ് മെയിൻ ആയിട്ട് എന്തിൽ വരുന്നത്? ജൈവിക ഘടകങ്ങൾ, വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ജൈവിക ഘടകങ്ങൾ എന്നുള്ളതിൽ വരുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് പഠിക്കാനുണ്ട് അല്ലെ, സാഹചര്യ ഘടകങ്ങൾ എന്നുള്ളത്. അപ്പൊ നമ്മളുടെ ആ ക്വസ്റ്റ്യൻ ഫസ്റ്റ് കൊടുത്തുള്ള ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഗ്രന്ഥി വ്യവസ്ഥ, നാഡീക വ്യവസ്ഥ, ശാരീരിക അവസ്ഥ പ്ലസ് അതിന്റെ കൂടെ തന്നിട്ടുണ്ടായിരുന്ന ഒരു ഓപ്ഷൻ എന്തായിരുന്നു? കുടുംബം എന്നുള്ളതായിരുന്നു അവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ അല്ലെ. ആ കുടുംബം ഏതിനകത്താണ് വരുന്നത്? സാഹചര്യ ഘടകങ്ങൾ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനകത്താണ് എന്ത് വരുന്നത്? ഈ ഒരു കുടുംബം എന്ന് പറയുന്ന ആ ഒരു ഇത് വരുന്നത് അല്ലെ. അപ്പോൾ ഒരു വ്യക്തിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ എത്രത്തോളം സാഹചര്യ ഘടകങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്? കുടുംബം അല്ലെ. വ്യക്തിത്വ രൂപീകരണത്തിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒന്നെന്ന് പറയുന്നത് ഏതാ? കുടുംബമാണ് അല്ലെ. അതുപോലെ തന്നെ വിദ്യാലയം, നമ്മുടെ സ്കൂളുകൾ, അതുപോലെ അതായത് വിദ്യാലയവും കുടുംബവും ഒക്കെ വളരെയധികം നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് അല്ലെ, സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളും ഏതിനകത്താണ് വരുന്നത്? സാഹചര്യ ഘടകങ്ങൾക്കകത്ത്. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകങ്ങൾക്കടിയിലാണ് എന്ത് വരുന്നത്? ഈ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ മാധ്യമങ്ങൾ. അപ്പൊ ഇവയാണ് പ്രധാനമായിട്ടും വരുന്ന ഈ സാഹചര്യ ഘടകങ്ങളിൽ വരുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതായത് മെയിൻ ആയിട്ട് 2 തരത്തിലാണുള്ളത്. ഒന്ന് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, മറ്റൊന്ന് നമ്മുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് സാഹചര്യ ഘടകങ്ങൾ, ജൈവിക ഘടകങ്ങളാണ് നമ്മുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതേത്, അതിലല്ലാത്തത് ഏത്? അതായത് ഒന്നുകിൽ തന്നിട്ടുള്ളതിൽ ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ വരാത്തത് ഏത്, അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ആകെ 3 കാര്യങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ പഠിക്കാനുള്ളൂ അല്ലെ. അത് ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാർക്ക് പോവില്ല. അപ്പൊ ആകെ ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാം. 10 മിനിറ്റ് ഒന്നും വേണ്ട കാര്യമില്ല അല്ലെ. അപ്പോൾ സാഹചര്യ ഘടകങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ജൈവിക ഘടകങ്ങളും ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളുടെ LPUP KTET എന്നിവയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ബാച്ചുകൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീമിയം കോഴ്സുകൾ അവൈലബിൾ ആണ്. ഫ്രീ ക്ലാസ്സുകളുടെ കാര്യം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു അല്ലേ. ഫ്രീ ക്ലാസ്സുകൾ നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, SREE ലേണിംഗ് ആപ്പ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം കോഴ്സുകൾ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളായിരിക്കും കിട്ടുക. അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള PDF മെറ്റീരിയൽസ്, അതുപോലെ നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ പ്രീമിയം കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായിട്ട് ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ LPUP ആണെങ്കിലും KTET-നാണെങ്കിലും കേരളത്തിൽ തന്നെ ചരിത്ര വിജയം എന്ന് പറയുന്നത് എയിം സ്റ്റഡി സെന്ററിന് തന്നെയാണുള്ളത്. കഴിഞ്ഞ KTET-ൽ 450-ൽ പരം കുട്ടികളാണ് എയിം സ്റ്റഡി സെന്ററിൽ നിന്ന് വിവിധ കാറ്റഗറികളിലായിട്ട് ഈ KTET ക്വാളിഫൈ
ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. LPUP-ലാണെങ്കിൽ 250-ൽ പരം കുട്ടികളാണ് ഈ LPUP എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് 9446537080 കേട്ടോ. അപ്പം നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. സാഹചര്യ ഘടകം ഏതാണ് സാഹചര്യ ഘടകം എന്ന് പറയുന്നത്? ഏതായിരിക്കും? ഓപ്ഷൻ സി, കുടുംബം അല്ലെ. സാഹചര്യ ഘടകം ഓപ്ഷൻ സി, കുടുംബം. ബാക്കിയുള്ളതൊക്കെ ഏതാണ്? ഇതൊക്കെ ബയോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഇത് മാത്രമാണ് ഇതിൽ വരുന്നത് എൻവയോൺമെന്റൽ ഫാക്ടർ, സാഹചര്യ ഘടകത്തിലേക്ക് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. പക്ഷെ അതായത് ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് കിട്ടും അല്ലെ. വെറുതെ കളയരുത്. എന്ത് ചെയ്യുക? പഠിക്കുക. ഓരോ ടോപ്പിക്കും അതായത് പ്രീവിയസിൽ എന്ത് ചോദിച്ചു എന്നുള്ളത് മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. കാരണം നമുക്കിപ്പോൾ അധികം സമയമില്ല. അപ്പം എന്ത് ചെയ്യണം? ഉള്ള സമയത്തിനനുസരിച്ചിട്ട് നമ്മളുടെ കയ്യിലുള്ള സമയത്തിനെ നമുക്ക് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. അതിൽ വരുന്ന ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓരോ തിയറിയിലും ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള മാത്സിലോടെ തിയറി ആണെങ്കിലും എല്ലാ തിയറിയിലും എറിക്സന്റെ തിയറി എല്ലാ തിയറിയിലും ഇത് തന്നെയാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളും പല രീതിയിൽ പലതവണ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ പഠിച്ചു പോവുക കേട്ടോ. പ്രീവിയസ് ഇയറിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. എല്ലാവരും ഇനിയും ഉഴപ്പാൻ നിൽക്കരുത്. വളരെ കുറച്ച് സമയം മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ. എക്സാം ആവാറായി. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക കേട്ടോ. താങ്ക് യു.